ചാപ്റ്റർ 1 നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഈ ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിനകത്ത് പഠിക്കാനുള്ളത് ഓഡിറ്റിൻ്റെ നേച്ചറിനെ പറ്റിയും ഒബ്ജക്റ്റീവിനെ പറ്റിയും സ്കോപ്പിനെ പറ്റിയും അതുപോലെ തന്നെ ഓഡിറ്റിൻ്റെ ലിമിറ്റേഷൻസിനെ പറ്റിയും അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയും ഒക്കെയാണ്. സോ എന്താണ് ഓഡിറ്റിൻ്റെ ലിമിറ്റേഷൻസും ബെനിഫിറ്റ്സും സ്കോപ്പും എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് മുന്നേ എന്താണ് ഓഡിറ്റ് എന്ന് മനസ്സിലാക്കണം, എന്തിനാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി, ആ കമ്പനിക്കകത്ത് കുറേ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. മേ ബി ഒരു ദിവസം ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത് വെച്ച ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ സമ്മറൈസ് ചെയ്ത് അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്കിനും അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. സോ അവരിങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ യൂസേഴ്സിനെ കാണിക്കുകയാണ്. എന്തിനാണ് അതിൻ്റെ യൂസേഴ്സിനെ കാണിക്കുന്നത്? ആരൊക്കെയാണ് അതിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്? യൂസേഴ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആവാം. എന്താണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം? ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ആ കമ്പനിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ട്, പക്ഷേ ആ കാശ് നമ്മൾ ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലോ എന്ന് ചെറിയൊരു പ്ലാനുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അല്ല, മേ ബി പിന്നീട് ഇൻവെസ്റ്റേഴ്സായിട്ട് മാറിയേക്കാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ഉണ്ട്. ബാങ്കുകൾ എന്തിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ആ കമ്പനിക്ക് നമ്മൾ ബാങ്കിൽ നിന്ന് ലോണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് അത് തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ, അല്ലെങ്കിൽ തിരിച്ചടച്ചില്ലെങ്കിൽ അതിൻ്റെ അസറ്റ് സീസ് ചെയ്തെങ്കിലും നമുക്കത് തിരിച്ച് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകൾക്ക് എന്ത് ആവശ്യം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യം. അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൻ്റെ യൂസേഴ്സിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാനേജ്മെൻറ്റ് തന്നെ സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എത്രത്തോളം ജെനുവിൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അവർക്ക് വേണമെങ്കിൽ അസറ്റ് ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് കാണിക്കാം, ലയബിലിറ്റീസ് വളരെ കുറച്ച് കാണിക്കാം, അങ്ങനെ പലതരത്തിലുള്ള ഫ്രോഡുകളും അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇനി സപ്പോസ് അങ്ങനെ ഫ്രോഡ് കാണിക്കാത്ത ഒരു കമ്പനിയാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഒരു മനുഷ്യനല്ലേ അത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ചില മിസ്റ്റേക്സുകൾ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. കുറേ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഉള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ച് കമ്പയർ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില ട്രാൻസാക്ഷൻസ് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില ട്രാൻസാക്ഷൻസിൽ എമൗണ്ടിൽ മിസ്റ്റേക്ക് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ എറേഴ്സൊക്കെ പഠിച്ചിട്ടുള്ളത്, എറേഴ്സ് ഓഫ് ഒമിഷൻസ്, എറേഴ്സ് ഓഫ് കമ്മീഷൻ, അല്ലെങ്കിൽ കോമ്പൻസേറ്റിംഗ് എററൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സ്വന്തമായിട്ട് മാനേജ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കിനും നമ്മൾ അതിൻ്റെ ജെനുവിനിറ്റി അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് ഇല്ലാതായി പോകും. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടീനെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യും. അതായത് ആ ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോയിൻറ്റ് ചെയ്യും. എന്നിട്ട് അവർ വന്നിട്ട് അവരെന്ത് ചെയ്യും? അത് വെരിഫൈ ചെയ്യും, കറക്റ്റ് ആണോ അല്ലയോ, ഇത് അതിൻ്റെ സോഴ്സും ഒക്കെ വെച്ചിട്ട് നമ്മളത് എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വെരിഫൈ ചെയ്യുന്നതിലൂടെ, ഒരു തേർഡ് പാർട്ടി അത് വെരിഫൈ ചെയ്യുന്നതിലൂടെ അതിൻ്റെ യൂസേഴ്സിന് മാനേജ്മെൻറ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനേക്കാളും അവർക്കൊരു കൺഫോമിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത് ജെനുവിൻ ആണെന്ന് മറ്റൊരാൾ ചെക്ക് ചെയ്ത്, ഈ ഓർഗനൈസേഷനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ ചെക്ക് ചെയ്ത് പറയുമ്പോഴത്തേക്ക് അവർക്ക് അത് കുറച്ചും കൂടെ ഒരു ജെനുവിനിറ്റി അവിടെ ഉണ്ടാകുന്നതായിട്ട് ഫീൽ ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓഡിറ്റിംഗ് എന്തിനാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇനി എന്താണ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. മീനിങ് ആൻഡ് നേച്ചർ ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ an audit is an independent examination of financial information of any entity, whether profit-oriented or not, and irrespective of its size or legal form, when such an examination is conducted with a view to expressing an opinion thereon.
ആൻ ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷനാണ്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ? എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമല്ലേ. നമ്മൾ ഒരു കാര്യം പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ എക്സാമിൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ജെന്യുവിനിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു തേർഡ് പാർട്ടീനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ. എങ്കിൽ മാത്രമേ അതിൻ്റെ ജെന്യുവിനിറ്റി നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ അതാണ് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ ഡിപെൻഡൻസ് ഹിയർ ഇംപ്ലൈസ് ദാറ്റ് ദ ജഡ്ജ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ ഈസ് നോട്ട് സബോർഡിനേറ്റ് ടു ദ വിഷ് ഓർ ഡയറക്ഷൻ ഓഫ് അനദർ പേഴ്സൺ. വേറൊരു ആളുടെ ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ചോ ആവരുത് എന്തെന്ന് പറയുന്നത്, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. എൻ്റെ ബ്രദറിനൊരു കമ്പനിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ ഒരു സോൾ പ്രൊപ്പറേറ്ററാണ്. സോ അവൻ്റെ കൺസേണിനകത്ത്, അവൻ്റെ എൻറ്റിറ്റിക്കകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? എനിക്കവിടെ ഒരു ഇൻഡിപെൻഡൻസ് ഇല്ല. കാരണം ഞാനവിടെ എക്സാമിൻ ചെയ്താൽ പോലും അത് ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിൻ ആവില്ല. ബിക്കോസ് എൻ്റെ ബ്രദറിന് എൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ നടക്കില്ല. ഇനി വേറൊരു എക്സാമ്പിൾ, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഞാനൊരു മറ്റൊരു കമ്പനിയുടെ ഷെയർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആരാണ്? ആ കമ്പനിയുടെ ഓണർ ആവുകയാണ്. അപ്പോൾ ആ കമ്പനിയുടെ ഓഡിറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ആ കമ്പനിയുടെ മുകളിൽ എനിക്കൊരു സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ബിക്കോസ് ആ കമ്പനിയുടെ ഓണറാണ് ഞാനിപ്പോഴല്ലേ. സോ അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഓഡിറ്റ് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്താവില്ല? ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ആവില്ല. അപ്പോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷനാണ്. എന്തിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ നടത്തുന്നത്? എന്തിനെയാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്? ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ്. എന്താണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷനാണോ ഉള്ളത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല ഇവിടെ എന്ത് ചെയ്യുന്നത്? എക്സാമിൻ ചെയ്യുന്നത്. വെറുതെ ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സെയിൽസ് ഇത്ര രൂപയ്ക്കുണ്ട്, ഓക്കെ വെരിഫൈഡ്, അങ്ങനെയല്ല ഇവിടെ ചെയ്യുന്നത്. മറിച്ച് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സെയിൽസ് ഉണ്ടെങ്കിൽ ആ സെയിൽസ് ശരിക്കും ഉള്ളതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ സോഴ്സ് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. എന്താണ് അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ, സെയിൽസ് നടന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നോക്കുന്നത്? ഇൻവോയ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു ബില്ലുണ്ടാവും ആ സെയിൽസ് നടന്നതിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഇൻവോയ്സും കൂടെ നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വെരിഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ അതിനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിൻ ചെയ്തു നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള കാര്യങ്ങൾ വെറുതെ നോക്കി പോവുകയല്ല ചെയ്യുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സോഴ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വാക്കല്ല, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി, ഏത് എൻറ്റിറ്റി ആയിരുന്നാലും, അത് വെദർ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർ നോട്ട്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള എൻറ്റിറ്റി ആയിരുന്നാലും അല്ലെങ്കിലും, ഓർ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ഓർ ലീഗൽ ഫോം, അത് ഏത് വലുപ്പത്തിലുള്ളതായിരുന്നാലും, ഒരു സ്മോൾ എൻറ്റിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ്ഡ് എൻറ്റിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ലാർജ് സൈസ്ഡ് എൻറ്റിറ്റി ആവാം. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ്, അതിൻ്റെ സൈസിന് അവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അതുപോലെ തന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ലീഗൽ ഫോം, അതിൻ്റെ ലീഗൽ ഫോം എന്ന് വെച്ചാൽ എന്താണ്? ആ എൻറ്റിറ്റി ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്, രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അതിനിവിടെ എന്തില്ല? പ്രാധാന്യം ഇല്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? കമ്പനീസ് ആക്ട് 2013 പ്രകാരമായിരിക്കും. പക്ഷേ അതേസമയം ഒരു LLP ആണെന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നതും അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും ഒക്കെ LLP ആക്ട് പ്രകാരമായിരിക്കും.
അതേസമയം ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ആണെങ്കിലോ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമായിരിക്കും അത് പ്രവർത്തിക്കുകയും അതിൻ്റെ ഇൻകോർപ്പറേഷൻ, അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. സോ അങ്ങനെ ഏത് ഫോം ഓഫ് ലീഗൽ ഫോമിലാണെങ്കിൽ പോലും അത് പ്രവർത്തിക്കുന്നത്, ആ എൻറ്റിറ്റി പ്രവർത്തിക്കുന്നതായിരുന്നാലും അതിനൊന്നും ഇവിടെ എന്തില്ല, പ്രാധാന്യമില്ല. ഏതൊരു എൻറ്റിറ്റിയുടെയും ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തിനാണ് നമ്മളിങ്ങനെ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ചെയ്യുന്നത്? ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ദെയർ ഓൺ. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് അത് വെരിഫൈ ചെയ്തപ്പോൾ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇൻ ദ സെൻസ് ആളുടെ, ആ ഓഡിറ്റ് ചെയ്ത വ്യക്തി ആരാണ്? ഓഡിറ്റർ. ആ ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ആ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് അവർ ഈ ഒപ്പീനിയൻ പറയുന്നത്? ത്രൂ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ റിട്ടേൺ ആയിട്ടുള്ളൊരു ഓഡിറ്റ് റിപ്പോർട്ടിൽ കൂടെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഒപ്പീനിയൻ പറയുന്നത്. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമാണോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കൺസേൺഡ് ആയിട്ടുള്ള റൂൾ ആക്ട് ചെയ്താണോ, അത് അവർ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ ഒപ്പീനിയനിൽ അവർ പറയുന്നത്, ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് എന്താണെന്നുള്ളതിൻ്റെ കറക്റ്റ് മീനിങ് ഇപ്പം നമ്മൾ ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ, ഏതൊരു ഓർഗനൈസേഷൻ്റെ, ഏതൊരു എൻറ്റിറ്റിയുടെയും, എൻറ്റിറ്റി എന്നുള്ള വാക്കാൻ ഉപയോഗിക്കണം, ഓർഗനൈസേഷൻ എന്ന് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്, എൻറ്റിറ്റി എന്നുള്ള വാക്കാൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊരു എൻറ്റിറ്റി ആയിരുന്നാലും അത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആവാം, അല്ലാത്തതാവാം, അത് ഏത് സൈസിലുള്ളതാവാം, ഏത് ലീഗൽ ഫോമിലുള്ളതും ആവാം, എങ്ങനെയുള്ള എൻറ്റിറ്റി ആയിരുന്നാലും അത് അതിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻഡിപെൻഡൻ്റായിട്ട് എക്സാമിൻ ചെയ്യുകയും എക്സാമിൻ ചെയ്തതിന് ശേഷം ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ യൂസേഴ്സിന്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സിന് നമ്മളൊരു കൺഫർമേഷൻ കൊടുക്കുകയാണ്, അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുകയാണ് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ട്രസ്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഇങ്ങനെ ഓഡിറ്റ് കൊടുക്കുന്നതിലൂടെ അവർക്ക്, ഈ യൂസേഴ്സിന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, അതിൽ കൊടുത്തിട്ടുള്ള എൻട്രീസ് എല്ലാം തന്നെ, ആ അക്കൗണ്ട്സ് എല്ലാം എഴുതിയിരിക്കുന്നത്, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ എൻട്രീസ് റെഫർ ചെയ്തിട്ടാണ് എന്ന് നമുക്ക് അതിലൂടെ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഈ അതിലുള്ള എല്ലാ എൻട്രീസിനും സഫിഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ്, അതിൻ്റെ ഒരു സോഴ്സ് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഒരു എൻട്രി പോലും അത് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒമിഷൻസ് ഒന്നും നടന്നിട്ടില്ല എന്ന് നമുക്കൊന്ന് ഒരു അഷുറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ അതിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ക്ലിയർ ആണ് ആൻഡ് അൺഅംബീഗിയസ് ആണ്. എന്താണ് ക്ലിയറും അൺഅംബീഗിയസ്? ക്ലിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിലെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അൺഅംബീഗിയസ് ആണ്. അൺഅംബീഗിയസ് എന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ഡൗട്ടൊന്നുമില്ല. അതായത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കൊരു ഡൗട്ട് തോന്നുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ആ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു റിട്ടേൺ ഓഡിറ്റഡ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള എമൗണ്ട്സ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കൺഫോമിറ്റി നമുക്ക് ഈ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ കിട്ടുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് AS പ്രകാരം തന്നെയാണ് എന്നുള്ളൊരു ഉറപ്പും കൂടെ നമുക്കതിൽ നിന്ന് കിട്ടുന്നു. മാത്രമല്ല ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് നൽകുന്നത്. ഈ കമ്പനിയുടെ ഓപ്പറേഷണൽ റിസൾട്ട്സിനെ കുറിച്ചും അതുപോലെ കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ കുറിച്ചും ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു പിക്ചറാണ് നൽകുന്നത് എന്നുള്ളൊരു അഷുറൻസ്, എന്നുള്ളൊരു ഉറപ്പും കൂടി നമുക്ക് ഈ ഓഡിറ്റിംഗ് നടത്തുന്നതിലൂടെ കിട്ടുന്നു. അപ്പോൾ മൊത്തത്തിൽ ഓഡിറ്റിംഗ് പ്രൊവൈഡ്സ് അഷുറൻസ്, ഒരു ഉറപ്പ് നൽകുകയാണ് ഓഡിറ്റിങ്ങിലൂടെ. എന്തുറപ്പാണ്? ഒരു കോൺഫിഡൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മുകളിൽ അത് ഉപയോഗിക്കുന്ന യൂസേഴ്സിന് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നു. അപ്പോൾ ഓഡിറ്റ് ചെയ്ത ഒരു റിപ്പോർട്ട്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ക്രെഡിബിലിറ്റി ഉള്ളതായിരിക്കും, അത് കുറച്ചും കൂടെ ട്രസ്റ്റ് വർത്തി ആയിരിക്കും, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും, യൂസേഴ്സിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും. അപ്പോൾ ആ ഒരു ഉറപ്പാണ് ശരിക്കും ഓഡിറ്റിങ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അടുത്ത് ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചർ ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മൾട്ടിപ്പിൾ സബ്ജക്ട്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഓഡിറ്റിങ്ങിന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. അത് മറ്റുള്ള സബ്ജക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, മറ്റുള്ള സബ്ജക്റ്റുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഓഡിറ്റ് ഈസ് ഇൻ്റർ ഡിസിപ്ലിനറി ഇൻ നേച്ചർ. ഈ ഓഡിറ്റ് അക്കൗണ്ടൻസിയുമായിട്ട് കണക്റ്റഡ് ആണ്, ലോയുമായിട്ട് കണക്റ്റഡ് ആണ്, ബിഹേവിയറിയൽ സയൻസുമായിട്ട് കണക്റ്റഡ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടും എക്കണോമിക്സ് ആയിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. ഈ സബ്ജക്റ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് നിലനിൽക്കുന്നത്. എങ്ങനെയാണ് ഓഡിറ്റ് അക്കൗണ്ടൻസിയുമായിട്ട് കണക്റ്റഡ് ആവുന്നത്? നമുക്കറിയാം, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെരിഫിക്കേഷനാണ് ചെയ്യുന്നത്, അല്ലേ? വെരിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാതെ ഏത് ഉപയോഗിക്കാൻ പാടുള്ളൂ? എക്സാമിനേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എക്സാമിൻ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് പ്രകാരമാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ്. അത് ഇൻഡ് AS ആവാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആവാം. ഇതിൽ ഏത് പ്രകാരമാണെങ്കിൽ പോലും അക്കൗണ്ടൻസിയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടൻസിയുമായിട്ട് വളരെ അധികം കണക്റ്റഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഈ അക്കൗണ്ടൻസി റൂൾസ് പ്രകാരം, അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റായിട്ടാണോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ലോ എങ്ങനെയാണ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒക്കെ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ, കമ്പനീസ് ആക്ട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം, അതിൻ്റെ നിയമപ്രകാരമായിരിക്കും ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്. സോ ആ നിയമം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവരുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സും അതനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അതുപോലെ തന്നെയാണ് ടാക്സ് ലോസ്. ടാക്സ് നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഓഡിറ്ററിന് ഇൻകം ടാക്സ് പ്രകാരം ടാക്സ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനും അതനുസരിച്ചാണോ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാനും കഴിയുള്ളൂ. ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നും അവരുടെ ഇൻറ്റേർണൽ കൺട്രോൾസ് എങ്ങനെയാണെന്നും, അതായത് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനകത്ത് അവർ പാലിക്കുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അവരുടെ കുറേ കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കും. എങ്ങനെയാണ് പർച്ചേസും സെയിൽസുമായിട്ടുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ റൂൾസ് അവർക്കുണ്ടാവും. അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷനകത്ത് അവരെങ്ങനെയാണ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഓഡിറ്റിംഗ് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനകത്തുള്ള ആൾക്കാരുമായിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഈ ബിഹേവിയറൽ സയൻസുമായിട്ട് ഓഡിറ്റിങ്ങിന് കണക്ഷനുണ്ട്. ഇനി ഓഡിറ്റിംഗ് ചെയ്യുന്നത് ഒരിക്കലും ഓരോ സിംഗിൾ ട്രാൻസാക്ഷൻസും നോക്കിയിട്ടല്ല. അതായത് ചിലപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസ് ആയിരിക്കും ഒരു ദിവസം നടക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ആയിരിക്കും ഒരു ദിവസം നടക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും വെരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റേഴ്സ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് സാമ്പിൾ മെത്തേഡാണ്. അവർ കുറച്ച് സാമ്പിൾസ് എടുക്കും, എന്നിട്ട് അത് മൊത്തത്തിൽ ആ ഓർഗനൈസേഷനകത്ത് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതായിട്ട് കണക്കാക്കും. സോ ഈ സാമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ അങ്ങനെയാണ് ഈ ഓഡിറ്റിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓഡിറ്റിംഗ് എക്കണോമിക്സുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. എല്ലാ ബിസിനസ് എൻറ്റിറ്റിക്കും അതിൻ്റേതായ ഒരു എക്കണോമിക് എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കും. അതായത് ഒരു സാമ്പത്തികപരമായിട്ടുള്ള ചുറ്റുപാടുണ്ടായിരിക്കും. സോ ഈ സാമ്പത്തികപരമായിട്ടുള്ള അതിൻ്റെ ചുറ്റുപാട് മനസ്സിലാക്കിയാൽ മാത്രമേ ഓഡിറ്റിംഗ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എക്കണോമിക് എൻവയോൺമെൻറ്റ് എക്കണോമിക്സിലെ മാക്രോ എക്കണോമിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മൈക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റിങ്ങിന് എക്കണോമിക്സുമായിട്ടും ചെറിയ ഡിപ്പെൻഡൻസി ഉണ്ട്. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റായിട്ട് കണക്റ്റഡ് ആവുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ബിസിനസ് സൈക്കിൾ എങ്ങനെയാണ്, ഇതെല്ലാം ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. സോ അതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു ഓഡിറ്ററിന് കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഈ പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നത്.
അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്. ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലേ, എന്തിനാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് പ്രകാരം SA 200 പ്രകാരം ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്താണ് ഈ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ AS ഇല്ലേ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ ഓഡിറ്റിങ്ങിൻ്റെ റൂൾസിനെ പറ്റി, ഓഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് ഓഡിറ്റ് പ്ലാൻ ചെയ്യേണ്ടത്, ഓഡിറ്റിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് പ്രകാരമാണ്. SA 200 എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി സ്റ്റാൻഡേർഡ് പോലെയാണ്. ഇതിനകത്താണ് ഓഡിറ്റ് എന്താണ്, ഓഡിറ്റ് എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് ഓഡിറ്റിൻ്റെ നേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ SA 200 പറയുന്നത്. SA 200 പേര് തന്നെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ആൻഡ് കണ്ടക്ട് ഓഫ് ആൻ ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് എന്നാണ്. ഈ പേര് നിങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിലും SA 200 എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റി പറയുന്ന സ്റ്റാൻഡേർഡാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിൻ്റെ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം MCQനൊക്കെ ഒരു സെൻറ്റൻസ് തന്നിട്ട് ആ സെൻറ്റൻസ് ഏത് SAക്ക് അണ്ടറിലാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് SA 200 എന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, to obtain reasonable assurance about whether the financial statement as a whole are free from material misstatement, whether due to fraud or error. ഫ്രോഡോ എററോ കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് റീസണബിൾ അഷ്വറൻസ് നേടുക. അതാണ് ഓഡിറ്റിങ്ങിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ? ഫ്രോഡോ എററോ കാരണം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക എന്ന് പറഞ്ഞു. എന്താണ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്കുകൾ എന്നാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഫ്രോഡോ എററോ കാരണം മിസ്റ്റേക്കുകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. മിസ്റ്റേക്സിന് ഓഡിറ്റിങ്ങിൻ്റെ ലാംഗ്വേജിൽ നമ്മൾ പറയുന്ന വാക്കാണ് മിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഈ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? മെറ്റീരിയൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരു സെപ്പറേറ്റ് SA തന്നെ പഠിക്കാനുണ്ട്, SA 320 മെറ്റീരിയലിറ്റീനെ പറ്റിയിട്ട്. എങ്കിലും എന്താണ് മെറ്റീരിയൽ എന്നിവിടെ ഉദ്ദേശിക്കുന്നതിനെ പറ്റി ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു വലിയൊരു കമ്പനി, ഫോർ എക്സാമ്പിൾ റിലയൻസിൻ്റെ കമ്പനി, അതുപോലെ തന്നെ ഒരു കുഞ്ഞൊരു ഷോപ്പും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ട് പേരും എന്ത് പ്രിപ്പയർ ചെയ്യും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. രണ്ട് പേരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലും അസറ്റ്സ് ഉണ്ടാവും, ലയബിലിറ്റീസ് ഉണ്ടാവും, ഓണേഴ്സ് ഇക്വിറ്റി ഉണ്ടാവും, എല്ലാം തന്നെ ഉണ്ടാവും. എന്നാൽ ഈ റിലയൻസ് കമ്പനിയുടെ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ആയിരിക്കും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉള്ളത്. എന്നാൽ അതേസമയം ഈ കുഞ്ഞൊരു ഷോപ്പിലെന്ന് പറയുന്നത് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ തോതിൽ, ചിലപ്പോൾ 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയുടെ ഒക്കെ അസറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷം കോടി രൂപയുടെ അസറ്റും അതേപോലെ തന്നെ 1 ലക്ഷമോ 2 ലക്ഷമോ മാത്രമുള്ള അസറ്റ്സും ലയബിലിറ്റിയും രേഖപ്പെടുത്തിയേക്കുന്ന രണ്ടുപേരുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എല്ലാം AS പ്രകാരമൊക്കെ പ്രിപ്പയർ ചെയ്തേക്കുന്നത് തന്നെയാണ്. എന്നാൽ അതേസമയം നമ്മുടെ ഈ കുഞ്ഞു ഷോപ്പിൻ്റെ അസറ്റിലെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു കാൽക്കുലേറ്റർ മുതൽ അവരുപയോഗിക്കുന്ന ഓരോ സാധനവും, അവർ ലോങ് ടേമിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനവും അവർ അസറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നാൽ അതേസമയം ഈ വലിയ റിലയൻസ് കമ്പനി എന്ന് പറയുന്നത് അവരുടെ അസറ്റിൻ്റെ വാല്യൂ, അവരുദ്ദേശിക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് അവർ ഈ ഓരോ കാൽക്കുലേറ്ററിൻ്റെയും അവരുടെ പെന്നിൻ്റെയും പെൻസിലിൻ്റെയും ഒക്കെ കണക്ക് എന്തിൽ കാണിക്കില്ല? അവരുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. അവർക്ക് മെറ്റീരിയലായിട്ടുള്ളത്, അതായത് അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞൊരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ പോലും അവർക്ക് വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമായിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരതിനെന്ത് ചെയ്യും? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കും. പക്ഷേ അതേസമയം ഈ റിലയൻസ് എന്ന് പറയുന്ന വലിയ കമ്പനിക്ക് അത്
എന്തായിരിക്കില്ല, ഒരു വലിയ കാര്യമായിരിക്കില്ല ഈ കുഞ്ഞ് കാൽക്കുലേറ്റർ എന്നൊക്കെ പറയുന്നത്. സോ ഓരോ എൻറ്റിറ്റിയും അവരുടെ നേച്ചറിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സൈസിനനുസരിച്ചിട്ട് അവരുടെ മെറ്റീരിയാലിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ, ഫ്രോഡോ എററോ കാരണമുണ്ടായ മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയുള്ള മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഉറപ്പ് നൽകുന്നത്. ചിലപ്പോൾ ഉണ്ടാവാം, മിസ്റ്റേക്സ് ഉണ്ടാവാം, ചിലപ്പോൾ 1000 രൂപയുടെയോ 2000 രൂപയുടെയോ ഒക്കെ മിസ്റ്റേക്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ അത് മെറ്റീരിയൽ ആണോ എന്നാണ് നോക്കേണ്ടത്. ഈ എമൗണ്ടിൽ മാത്രമല്ല ഈ ഒരു മെറ്റീരിയാലിറ്റി വരുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു കമ്പനിയുടെ ഡയറക്റ്റ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് 1,00,000 രൂപയാണെന്ന് വെച്ചോ. ആ 1,00,000 രൂപയ്ക്ക് മുകളിലോട്ടുള്ളത് മാത്രമേ അവർ മെറ്റീരിയലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ഡയറക്ടർ എന്ത് ചെയ്തു, ഒരു 80,000 രൂപയുടെ ഒരു ഫ്രോഡ് അല്ലെങ്കിൽ ഒരു എറർ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയതിലൂടെ കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ ഈ ഡയറക്ടർ ഫ്രോഡ് കാണിച്ചതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ അല്ലാത്ത മിസ്റ്റേറ്റ്മെൻറ്റ് അവിടെ വരുന്നത് ഫിനാൻഷ്യലി നോക്കുമ്പോൾ. പക്ഷേ എന്നിരുന്നാൽ പോലും അതെന്താണ്, അത് മെറ്റീരിയലാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. കാരണം എമൗണ്ടിനല്ല അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്, ആ ഡയറക്ടർ എന്നുള്ള ആ ഒരു പൊസിഷനിലിരിക്കുന്ന ആൾ ഡിസോണസ്റ്റ് കാണിച്ചു എന്നുള്ളത് അവിടെ എന്താണ്, മെറ്റീരിയലാണ്. സോ അങ്ങനെയുള്ള മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ആസ് എ ഹോൾ ഇല്ല എന്ന് റീസണബിൾ അഷുറൻസ് കൊടുക്കുക. എന്തെങ്കിലും ഒരു എറർ വരുമ്പോഴത്തേക്ക് ആ എറർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ മൊത്തത്തിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അല്ലാതെ ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുകയല്ല ചെയ്യുന്നത്. ആ മിസ്റ്റേക്ക് കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് എ ഹോൾ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന്, ഫ്രോഡോ എററോ കാരണമുള്ള മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഫ്രീ ആണ് എന്നുള്ളൊരു റീസണബിൾ അഷുറൻസ് കൊടുക്കുന്നു. എന്താണ് റീസണബിൾ അഷുറൻസ് എന്ന് പറഞ്ഞാൽ? റീസണബിൾ അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്, കംപ്ലീറ്റ് അഷുറൻസ് അല്ല. കാരണം എന്താണ്, നമ്മൾ സാമ്പിൾ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എല്ലാ ട്രാൻസാക്ഷൻസും നമ്മളിരുന്ന് നോക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അക്യുറേറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ വേണ്ടി പറ്റില്ല. 100% ഒരു അഷുറൻസ് കൊടുക്കാനും നമുക്ക് പറ്റില്ല. 100% അഷുറൻസിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, അബ്സല്യൂട്ട് അഷുറൻസ് അല്ല, ജസ്റ്റ് ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. അതായത് വെറുതെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പനി പ്രിപ്പയർ ചെയ്ത് കാണിച്ചിട്ട് ഞങ്ങളുടെ അടിപൊളിയാണെന്ന് പറയുന്നതിനേക്കാളും ഒരു ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് കുറച്ചും കൂടെ ഒരു ഉറപ്പുണ്ടാവും, യൂസേഴ്സിന് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒരു വിശ്വാസം ഉണ്ടാവും. അപ്പോൾ ഒരു ഹൈ ലെവൽ അഷുറൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും 100% ഗ്യാരൻറ്റി അല്ല. കമ്പനി അടിപൊളിയാണ് എന്നുള്ള ഒരു 100% ഗ്യാരൻറ്റി അല്ല. നിങ്ങളെല്ലാവരും കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു വ്യൂ അല്ല ഒരിക്കലും നൽകുന്നത്. പക്ഷെ ഒരു റീസണബിൾ അഷുറൻസ് ആണ്. ഇവിടെ നിന്ന് ചിലപ്പോൾ MCQ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എന്താണ് റീസണബിൾ അഷുറൻസ്, ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണോ, ലോവർ ലെവൽ ഓഫ് അഷുറൻസ് ആണോ, അബ്സല്യൂട്ട് അഷുറൻസ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്ന വാക്ക് കീവേഡാണ്, അത് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക. റീസണബിൾ അഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഫ്രോഡോ എററോ കാരണം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് ആസ് എ ഹോൾ റീസണബിൾ അഷുറൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. എന്താണ് ഫ്രോഡും എററും തമ്മിലുള്ള വ്യത്യാസം? ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷണലി ചെയ്യുന്ന കാര്യമാണ്, മനഃപൂർവ്വം നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മിസ്റ്റേക്സ് കാണിക്കുന്നു. ഇനി എറർ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉള്ള, അതായത് ഒരു മനുഷ്യൻ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മിസ്റ്റേക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്സിനെയാണ്, അറിയാതെ വന്ന മിസ്റ്റേക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എറർ എന്ന് പറയുന്നത്. അത് ഇൻറ്റൻഷണൽ അല്ല. ഫ്രോഡോ എററോ കാരണം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് ആസ് എ ഹോൾ റീസണബിൾ അഷുറൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്തിട്ട് എന്താണ് ഓഡിറ്റർ ചെയ്യുന്നത്? ദ ഓഡിറ്റർ എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ആൻ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. എന്നുവെച്ചാൽ എന്താണ്, ഇങ്ങനെ ഒരു റീസണബിൾ അഷുറൻസ് നേടിക്കഴിഞ്ഞ് ഓഡിറ്റർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. എന്താണ് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നെങ്കിൽ AS പ്രകാരമോ അല്ലെങ്കിൽ ഇൻഡ് AS പ്രകാരമോ ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഫ്രെയിംവർക്കിനെയാണ് നമ്മളിവിടെ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട്
എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതിനെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാ മെറ്റീരിയൽ റെസ്പെക്റ്റോട് കൂടിയുമാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് ഓഡിറ്റർ ഒരു ഒപ്പീനിയൻ പറയുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത് എന്നാണ് SA 200 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ടു റിപ്പോർട്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ആസ് റിക്വയർഡ് ബൈ SAs ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഓഡിറ്റേഴ്സ് ഫൈൻഡിങ്സ്. ഓഡിറ്റർ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എന്താണോ കണ്ടെത്തിയത്, ഓഡിറ്ററിൻ്റെ ഫൈൻഡിങ്സ് എന്താണോ അത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് പ്രകാരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തൊക്കെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങിൽ പറഞ്ഞേക്കുന്നത് അതനുസരിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഓഡിറ്റർ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു റിട്ടേൺ ആയിട്ടുള്ള റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം. ഇതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ലെക്ചേഴ്സിൻ്റെ നോട്ട്സ് എല്ലാം ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പഠിപ്പിക്കുന്നതൊക്കെ നന്നായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആക്ടിങ്ങിൻ്റെ ക്ലാസ് ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലെക്ചേഴ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.